സംസ്ഥാന വാർത്തകളിലേക്ക് എത്തിയാൽ മഴ തന്നെയാണ് ഇന്നും നിറഞ്ഞു നിൽക്കുന്ന വാർത്ത. 4 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. അതിതീവ്ര മഴ പലയിടത്തും അനുഭവപ്പെടുന്നു. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലാണ് ഇന്നും നാളെയും അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം ഇടുക്കിയിലും പത്തനംതിട്ടയിലും മഴ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തലസ്ഥാനത്താകട്ടെ മഴ തുടരുകയാണ്. താഴ്ന്ന മേഖലകൾ മുഴുവനായും വെള്ളക്കെട്ടിലാണ് എന്നതും ശ്രദ്ധേയം. ജില്ലകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞു. എന്നാലും തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി, അതോടൊപ്പം പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളി എന്നിവരാണ് നമ്മളോടൊപ്പം ആദ്യം ചേരുന്നത്. ആദ്യം ശാലിനിയിലേക്ക്. ശാലിനി, തലസ്ഥാന ജില്ല പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച ആശങ്കാജനകമാണ്. കാരണം താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലായി കഴിഞ്ഞു ഇപ്പോഴേ. അത് തന്നെയാണ്, ഒരു മിന്നൽ പ്രളയ സാധ്യത തലസ്ഥാന ജില്ലയ്ക്ക് തള്ളിക്കളയാനാകില്ല എന്നുള്ളതാണ് നമുക്ക് ഈ മണിക്കൂറിലും തിരുവനന്തപുരത്ത് നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ചാല മേഖലയിലാണ്. ചാലയുടെ പ്രധാനപ്പെട്ട ഒരു ഹൃദയഭാഗത്ത്, അതിൻ്റെ കമ്പോളം ഇന്ന് അവധി ദിവസമൊക്കെ കഴിഞ്ഞ് പൂർണ്ണമായും പ്രവർത്തനമാകുന്ന ഒരു ദിവസമാണ്. പക്ഷേ ആ ദിവസം നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് ചാലയിലെ പ്രധാനപ്പെട്ട കമ്പോള മേഖലയിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. അതായത് മിക്ക കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറിയത്. പ്രധാനമായും പലചരക്ക്, പച്ചക്കറി വ്യാപാരം ഒക്കെ തന്നെ നടത്തുന്ന കടകളാണ്. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ടൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ ഓടകൾ പൊട്ടി കിടക്കുന്ന ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഓടകളുടെ നിർമ്മാണം നടക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ ഒക്കെ വെള്ളം കയറി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഈ മേഖലയിലുള്ളവർക്ക് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നീന്തിപ്പോയി സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങേണ്ട സാഹചര്യത്തിലേക്ക് ചാലയിലെ സാഹചര്യങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം. നമ്മളൊക്കെ നിൽക്കുമ്പോൾ ഏകദേശം മുട്ടിനടുത്ത് വെള്ളം നമ്മുടെ കാലിൽ നിൽക്കുകയാണ്. അത്രയധികം ബുദ്ധിമുട്ടാണ്. ഓടകളിലൂടെ വെള്ളം ഒഴുകി പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ദുഃഖകരമായിട്ടുള്ള കാര്യം. വിവിധ തരത്തിലുള്ള കടകൾ ഇവിടെയുണ്ട്. ആ കടകൾക്കൊക്കെ ഈ ഒരു പ്രതിസന്ധി, അല്ലെങ്കിൽ ഈ ഒരു മഴക്കാലം വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നമ്മൾ മുക്കോലയ്ക്കൽ, മുട്ടത്തറ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വീടുകളിലാണ് വെള്ളം കയറിയതെങ്കിൽ ഇപ്പോൾ അത് മറിച്ച് മറ്റ് മേഖലകളിലേക്ക് വെള്ളം കയറി വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് തലസ്ഥാന ജില്ല പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് നിലവിൽ ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശമാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം അടക്കമുള്ള ജില്ലയ്ക്ക് ഓറഞ്ച് അലർട്ടാണ്. പക്ഷേ 10 മണിയോടുകൂടി ഇന്ന് അല്പസമയത്തിനകം ഇനി ഒരു മുന്നറിയിപ്പ് വരും. കൂടുതൽ ജില്ലകൾക്ക് അലർട്ടുകൾ മാറാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. കടകളിലേക്കൊക്കെ തന്നെ കയറാൻ കഴിയാത്ത രീതിയിൽ, ഒരുപക്ഷെ സാധനങ്ങൾ വാങ്ങാനും മഴക്കാലത്ത് എത്തുന്നവർക്ക് പോലും കടകളിലേക്ക് കയറാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒപ്പം സാധനങ്ങൾ വാങ്ങാനെത്തി ബുദ്ധിമുട്ടിലായി മടങ്ങുന്ന ആളുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. എനിക്ക് പിന്നിൽ കാണുന്നത്, അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഓടയുടെ മുകളിലാണ്, പഴയ ഓടയുടെ മുകളിലാണ്. വലതുഭാഗത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നത് പുതിയ ഓടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. തൊട്ട് പിന്നിലായി റോഡ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. ഈ റോഡിലൂടെ റോഡാണോ ഇത് തോടാണോ എന്നറിയാൻ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഭയാനകമായിട്ടുള്ളൊരു കാര്യം. അത്തരത്തിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തിലേക്ക് തലസ്ഥാന ജില്ല പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇറങ്ങിയാൽ എന്തായിരിക്കും ഈ ഒരു കുഴിയുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പ്രേക്ഷകരിലേക്ക് ദൃശ്യങ്ങൾ മാത്രമായിരിക്കാം നമുക്ക് എത്തിക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ആശങ്ക ഒട്ടും ചോരാതെ തലസ്ഥാന ജില്ലയിൽ ഈ ഒരു സാഹചര്യം പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അത്രയധികം കുഴിയുണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാനോ അല്ലെങ്കിൽ പറയാനോ കഴിയാത്ത സാഹചര്യം. ആളുകളൊക്കെ എനിക്ക് പിന്നിൽ കാണാം. ഈ വെള്ളത്തിനകത്തൂടെയാണ് ഈ സാധനങ്ങൾ ചുമ്മിക്കൊണ്ടുവരുന്നതും ഒപ്പം സാധനങ്ങൾ വാങ്ങാനായി കടകളിലേക്ക് പോകുന്നതും ഒക്കെ. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. തൊട്ട് സമീപത്തെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലടക്കം ഈ വെള്ളം കയറി കിടക്കുന്നു. പക്ഷേ നഗരസഭ പല ഘട്ടങ്ങളിലും പറയാറുണ്ട്, മഴക്കാലത്തിന് മുൻപ് തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം നഗരസഭ പൂർത്തീകരിക്കുന്നുണ്ട്. ഒരു രീതിയിലുമുള്ള പ്രയാസങ്ങൾ ആളുകൾക്ക് ഉണ്ടാകില്ല എന്നുള്ളത്. പക്ഷേ അതൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേട്ടാ, ഇവരൊക്കെ കച്ചവടം പെട്ടിരിക്കുന്നത്. കാരണം ഈ കടയിലേക്കൊക്കെ കയറുന്നത് നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം. ഈ കടയിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യം. മൺപാത്ര വിതരണ നിർമ്മാണ കടകളുണ്ട്, അത് നിർമ്മിച്ച് കൊടുക്കുന്ന കച്ചവടക്കാരുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട്. പ്രത്യേകിച്ച് ഈ ഓടയിലെ മാലിന്യങ്ങളാണ് വിവിധ വീടുകളിൽ നിന്നും വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെയുള്ള ഓടകളാണ്. ആ ഓടകൾ നിറഞ്ഞുകൂടിയാണ് ഈ റോഡിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അത്രയധികം ആശങ്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഈ വെള്ളം ഇവിടുന്ന് ഇറക്കി വിടാനുള്ളൊരു ശ്രമം അത് ആരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളത്. ചേട്ടാ, ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്തൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഇവിടെ. വേറെ കണ്ടില്ലേ നിങ്ങള്? ഇല്ലല്ല, ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് 4-5 പ്രാവശ്യമായി ഇതോടെ. പിന്നെ ഈ ഓടയെല്ലാം തോണ്ടിയിട്ടിരിക്കണോണ്ടാണ് ഒരു വെള്ളങ്ങളൊന്നും പോകാതെ ഇത്രയും ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടാവണം. ഇവിടെ മാത്രമല്ല, അങ്ങോട്ട് പോയാൽ കാണാം ഒരു നിവൃത്തിയില്ല. ജനങ്ങൾ പോകാനും എടുക്കാനൊന്നും ഒരു നിവൃത്തിയില്ല.
ഒരു വണ്ടി പോലും ഇങ്ങോട്ട് പോകില്ലല്ലോ. ലോഡ് കയറ്റാനോ എടുക്കാനോ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ചാല മാർക്കറ്റ് മൊത്തത്തിൽ ബുദ്ധിമുട്ടിലാണ് കിടക്കുന്നത്. ലോഡിംഗ് തൊഴിലാളിയാണോ? എന്തായാലും ഈ രാവിലത്തേക്ക് രാവിലെ ഭയങ്കര കണ്ടില്ലേ, ഞാനിങ്ങനെ റെഡിയായി മൊത്തം അവിടെ ജോലിയില്ല, ഒന്നുമില്ല. ഇതാ വന്ന് നമ്മളിതാ തിരിച്ചു പോകണം. പറയുന്ന പോലെയാണ് ലോഡ് ഇറക്കുന്ന ലോഡിംഗ് തൊഴിലാളികളാണ്. അവർ രാവിലെ എത്തി ലോഡൊക്കെ ഇറക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കിപ്പോൾ പിന്നിൽ കാണാം ആളുകൾ സൈക്കിളിൽ പോകുന്നതും നടന്നു പോകുന്നതും ഒക്കെ എത്രത്തോളം ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. നമ്മളടക്കം നടക്കുന്നത് വലിയ രീതിയിലുള്ള ആശങ്കയോടെയാണ്. കാരണം നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ്. സ്വാഭാവികമായി കുഴി എവിടെയാണെന്ന് അറിയില്ല. സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. പലയിടത്തും ഇതേപോലെ തന്നെ റോഡ് കുഴി കുത്തി ഇട്ടിരിക്കുന്ന ഒരു സാഹചര്യം, ഒപ്പം കമ്പികളുണ്ട്. അത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും നമുക്ക് തള്ളിക്കളയാനാകില്ല. ഇവിടെ ലോട്ടറി വിൽപ്പനക്കാരുണ്ട്, സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മഴ ഇനിയും ഉറയ്ക്കും, അല്ലെങ്കിൽ മഴ ഇനിയും കടുക്കുമെന്നുള്ളതാണ് തലസ്ഥാന ജില്ലയ്ക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. കിഴക്കൻ മലയോര മേഖലകളിലും അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സമാനമാണ് ഇവിടുത്തെയും സാഹചര്യം എന്നുള്ളതാണ്. കാരണം കടകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല, സാധനങ്ങൾ വെക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ പോവുകയാണ്. നഗരസഭയുടെ ജീവനക്കാരുടെ എന്തായാലും സുരക്ഷിതമായി റിപ്പോർട്ട് ചെയ്യൂ. കാരണം ഓടകൾ നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പകർച്ചവ്യാധികൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ജില്ല എന്നുള്ള ഒരു രീതിയിൽ കൂടിയും അതെല്ലാം സുരക്ഷിതമായി തന്നെ നോക്കേണ്ടത് തന്നെയാണ്. നമുക്ക് അടിയന്തരമായി ഇടുക്കിയിലേക്ക് പോകേണ്ടതാണ്. കാരണം സുബിൻ തോമസ് കുറേ അധികം നേരമായി അവിടെ നിൽക്കുന്നുണ്ട്. ഈ ശക്തമായ കാറ്റാണ് അവിടെ ഇപ്പോഴും അനുഭവപ്പെടുന്നത്. സുബിൻ, മഴ എപ്രകാരം, കാറ്റുണ്ട് എന്ന് മനസ്സിലാക്കുന്നു? ജില്ലയിൽ നിലവിൽ ഇപ്പോൾ മഴ ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് അണക്കരയിലാണ്. അണക്കര മേഖല കേന്ദ്രീകരിച്ച് കുമ്പളിക്കടുത്താണ്. ഈ മേഖല കേന്ദ്രീകരിച്ച് ശക്തമായി മഴ തന്നെ പെയ്യുന്നു. ജില്ലയിൽ പരക്കെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമാണുള്ളത്. റെഡ് അലർട്ട് ഉള്ളത് കൊണ്ട് തന്നെ കടുത്ത നിയന്ത്രണങ്ങളാണ് ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ആ നിയന്ത്രണങ്ങളെല്ലാം തന്നെ തുടരണം എന്നാണ് ജില്ലാ ഭരണകൂടം നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളതും. ഇപ്പോൾ പ്രധാനമായും ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ രാത്രികാല യാത്രയ്ക്കുള്ള നിരോധനമാണ്. ഈ രാത്രികാല യാത്രാ നിരോധനം അത് കർശനമായി തന്നെ പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഒരു മഴ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള ഒരു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു നിയന്ത്രണം നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് കർശനമായി പരിശോധിക്കാൻ പോലീസിനും അതുപോലെ തന്നെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കൂടാതെ ടൂറിസം മേഖലയ്ക്കും കടുത്ത നിയന്ത്രണം ജില്ലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങൾ പ്രധാനമായും ഈ ഓഫ് റോഡ് യാത്രകൾ, ഈ ഓഫ് റോഡ് ജീപ്പ് സവാരികൾ ഉൾപ്പെടെയുള്ളവയാണ്. അതിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ ഈ നിയമങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു നിരോധനം ലംഘിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായും ഈ മഴ ശക്തമായി തുടരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഈ ചെറു ഡാമുകൾ, ജില്ലയിലെ ചെറു ഡാമുകളെല്ലാം തന്നെ നിറഞ്ഞു കവിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രധാനമായും കല്ലാർകുട്ടി ഡാമുകളാണ് ജില്ലയിൽ ഏറ്റവും ആദ്യം നിറയുന്ന ഡാമുകൾ. അതുകൊണ്ട് തന്നെ ഇതിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന ഒരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. പ്രധാനമായും ഈ ഏത് നിമിഷവും ഇത്തരത്തിൽ ഈ മഴ ശക്തി പ്രാപിക്കുന്നുണ്ട്, ഏത് നിമിഷവും ഈ ഡാം തുറക്കേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ജാഗ്രത പുലർത്തണമെന്നൊരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നു. കൂടാതെ പെരിയാർ, മുതിരപ്പുഴയാർ ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അവർക്കും കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പെട്ടെന്ന് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, പെട്ടെന്ന് അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു നിയന്ത്രണങ്ങൾ ഈ ഒരു തീരദേശ മേഖല കേന്ദ്രീകരിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം. ഈ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ഏത് വിധേനയും അത് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കിയാണ് ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമായും ഈ സുരക്ഷാ വിന്യാസങ്ങളെല്ലാം തന്നെ ഇരിക്കുകയാണ്. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ തയ്യാറായിരിക്കാൻ എല്ലാ വകുപ്പുകളുടെയും നിലവിൽ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഏകീകരണവും നിലവിൽ നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ ഉരുൾപൊട്ടൽ മൂന്നാർ, അതുപോലെ തന്നെ ശാന്തൻപാറ, പൂപ്പാറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഈ മണ്ണിടിച്ചിൽ സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം ശക്തമാക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വലിയ മണ്ണിടിച്ചിലുണ്ടായത് ഈ ശാന്തൻപാറ പഞ്ചായത്തിലാണ്. വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുണ്ടായത് ആ മേഖലയിലാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു നിരീക്ഷണം ശക്തമാക്കിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നു. അത്തരത്തിൽ സാധ്യതകൾ കണ്ടെത്തിയാൽ അവിടെയുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടി
നടപടികളും സ്വീകരിക്കുന്നുണ്ട്. അതിന് വേണ്ട ക്യാമ്പുകൾ സജ്ജീകരിക്കാൻ അടുത്ത സ്കൂളുകളിലും അതുപോലെ തന്നെ മറ്റ് ക്യാമ്പുകൾ സജ്ജീകരിക്കാൻ ഉള്ള സംവിധാനങ്ങളെല്ലാം തന്നെ അതിനുവേണ്ട ക്രമീകരണങ്ങൾ നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ജില്ലയിൽ ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം. അത് ഈ വരും മണിക്കൂറുകളിലും മഴ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശങ്ങൾ കടുത്ത നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി തന്നെ പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കും. തീർച്ചയായും സുബിൻ, ചെറിയൊരു മഴ വരുമ്പോൾ തന്നെ ഇപ്പോൾ ഇടുക്കി ജനത ആകെ ഭയപ്പാടിലാണ്. അതിനിടയിലാണ് ഈ മഴ കനക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. രാവിലെ ചെറിയ രീതിയിൽ മഴ തോർന്നു നിന്ന ഒരു സാഹചര്യമായിരുന്നു ജില്ലയിലുള്ളത്. പക്ഷേ വരും മണിക്കൂറുകളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് ജില്ലയിൽ അറിയിപ്പുള്ളതും. ഇനി പത്തനംതിട്ടയിലേക്ക് പോവാം. മിഥുൻ മുരളി തുടക്കം മുതൽ തന്നെ നമ്മളോടൊപ്പം ഫ്രെയിം വെച്ച് നിലവിലുണ്ട്. മിഥുൻ, ഈ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം അതിതീവ്ര മഴ മുന്നറിയിപ്പ് സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസവും കനത്ത മഴയിൽ വലിയ നാശനഷ്ടങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. മാർച്ച് 1 മുതൽ ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച ജില്ലയാണ് പത്തനംതിട്ട. 408 മില്ലിമീറ്റർ മഴയാണ് ഈ മാർച്ച് 1 മുതൽ ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് പത്തനംതിട്ടയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരിക്കുന്നത്. മഴയ്ക്ക് നേരിയ ശമനമുണ്ടായിരുന്നത് റെഡ് അലേർട്ട് മുന്നറിയിപ്പായിരുന്നെങ്കിൽ കൂടി ഇന്നലെ മാത്രമാണ്. ഇന്നലെ പകൽ നേരിയ ശമനമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, വെയിൽ ഉദിക്കുന്ന കാലാവസ്ഥയും ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണി മുതൽ 4 മണി 5 മണി വരെയുള്ള ഒരു 3 മണിക്കൂർ വെയിൽ ഉദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നുവെങ്കിലും വെള്ളം തനിയെ ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഇന്നലെയുണ്ടായി. പക്ഷേ ഇന്ന് കാലാവസ്ഥ മാറി മറിഞ്ഞിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ എല്ലാ മേഖലകളിലും കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നഗര മേഖലകളിലും ഒപ്പം വനമേഖലകളിലും മലയോര മേഖലകളിലും അടൂർ, കോന്നി, തിരുവല്ല തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം രാവിലെ മുതൽ തന്നെ കനത്ത മഴ പെയ്യുകയാണ്. ഇങ്ങനെ മഴ തുടരുകയാണെങ്കിൽ അധികം താമസിക്കാതെ തന്നെ പല സ്ഥലങ്ങളിലും ക്യാമ്പുകൾ തുറക്കേണ്ടി വരും. ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. 2 ദിവസം മുൻപ് മഴ മുന്നറിയിപ്പ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് ഉണ്ടായപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടം ക്യാമ്പുകൾ സജ്ജമാക്കിയിരുന്നു. 44 പ്രശ്നബാധിത മേഖലകളാണ് ജില്ലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ മേഖലകളിൽ കൂടുതലും റാന്നി, കോന്നി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. മലയോര മേഖലകളിൽ മണ്ണൊലിച്ചിലും ഒപ്പം ഉരുൾപൊട്ടൽ ഭീഷണിയുമുള്ള മേഖലകളാണ് ഇത്. 2018 പ്രളയത്തിന് ശേഷം പത്തനംതിട്ട ജില്ലാ നിവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലാണ്. ഓരോ മഴ പെയ്യുമ്പോഴും മുൻ അനുഭവം കണക്കിലെടുത്തുകൊണ്ട് ആശങ്കയിൽ തന്നെ കഴിയുന്ന ഒരു ജനതയാണ് പത്തനംതിട്ട ജില്ല. റാന്നിയിലും കോന്നിയിലും ഒക്കെ മഴ തുടർച്ചയായി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള മണ്ണ് ഒലിച്ചിലും ഉരുൾപൊട്ടൽ ഭീഷണിയുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. മഴ നേരിയ ശമനം ഇന്നലെ ഉണ്ടായപ്പോൾ പത്തനംതിട്ടക്കാർ ഒന്ന് ആശ്വസിച്ചുവെങ്കിലും ഇന്ന് മഴ കനക്കുകയാണ്. പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു വരുന്നു. ഇന്നലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഴ മാറി വെയിൽ ഉണ്ടായ സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ മഴ വെള്ളം കെട്ടിനിന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ വൈകുന്നേരത്തോടു കൂടി വെള്ളം ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായെങ്കിലും ഇന്ന് സ്ഥിതി മാറി മറിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പത്തനംതിട്ട നഗരത്തോട് ചേർന്ന പ്രമാടം പഞ്ചായത്തിലെ 19ാം വാർഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നു. സമീപ പ്രദേശങ്ങളിൽ ഒട്ടനവധി വീടുകളുണ്ട്. ഈ ആശങ്കയിലാണ് ഈ വീട്ടിലെ ആളുകളെല്ലാം തന്നെ. കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകളെയും കൊണ്ട് ഇനി ഇവിടുന്ന് മാറി താമസിക്കണം എന്നുള്ള ഒരു ആശങ്കയാണ് ഇവരെല്ലാം രേഖപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ ആറന്മുളയിലും ജില്ലയിൽ ആദ്യം വെള്ളം കയറുന്ന വെള്ളപ്പൊക്ക ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് ആറന്മുളയിലെ താഴ്ന്ന പ്രദേശങ്ങൾ. അവിടെയുള്ള ആളുകളും ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് മാറണം എന്നുള്ള തയ്യാറെടുപ്പുകളുമായി ഇന്നലെ തന്നെ തയ്യാറെടുത്ത് സാധന സാമഗ്രികളും എല്ലാം തയ്യാറാക്കി ക്യാമ്പുകളിലേക്ക് മാറാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്നലെ വിവിധ വകുപ്പുകളുടെ ഏകോപനം തന്നെയാണ് ഈ ഒരു അവസരത്തിലും ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ളത്. ഇനി അടിയന്തരമായി മാറ്റി പാർപ്പിക്കേണ്ടവരെ അതിനായുള്ള ഒരുക്കങ്ങൾ കൂടി ജില്ലാ ഭരണകൂടം നടത്തണം എന്നുള്ളതും നിർദ്ദേശങ്ങളിൽ ഒന്നാണ്. ജനങ്ങളുടെ അടിയന്തര ആവശ്യങ്ങളിൽ ഒന്നാണ്. നമുക്ക് കൊച്ചിയിലേക്ക് പോവാം. കിരൺകുമാർ കൂടി ചേരുന്നുണ്ട്. കിരൺ, അവിടുത്തെ സാഹചര്യം എങ്ങനെ? രാവിലെ മുതൽ ആരംഭിച്ച മഴ ഇപ്പോഴും ജില്ലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മുതൽ ഈ മാസം 23 വരെ ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കനത്ത മഴ അത് അതേ രീതിയിൽ തന്നെ രാവിലെ മുതൽ ആരംഭിച്ചതാണ്. അതിപ്പോഴും ഒരു ശമനമില്ലാതെ തുടരുന്നു എന്ന് വേണം പറയാൻ. ഈ മഴ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജില്ലയിലെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൻ്റെ വിവിധ കേന്ദ്ര ഭാഗങ്ങളിലെല്ലാം തന്നെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നഗരത്തിലെ പല റോഡുകളിലും ഈ കാണയിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോവാത്തതിനെ തുടർന്ന് അവിടെയെല്ലാം തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ നഗരത്തിൽ പല സ്ഥലങ്ങളിലും ഗതാഗത കുരുക്ക് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ജില്ലാ ഭരണകൂടവും കൊച്ചി കോർപ്പറേഷനും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിരുന്നതാണ്. എന്നിരുന്നാൽ പോലും പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ പോലെ തന്നെ ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഫലവത്തായിരുന്നില്ല എന്നുള്ളൊരു കാഴ്ച തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതേ അവസ്ഥ തന്നെ, അതായത് മഴ തുടങ്ങി അതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ജില്ലയിൽ മഴക്കെട്ട് വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏതായാലും ഈ മഴ തുടരുന്നതും ഒപ്പം തന്നെ ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതും കൂടിയുള്ള സാഹചര്യത്തിൽ
ജില്ലയിലെ മേഖലകളിലെല്ലാം കനത്ത ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 7 താലൂക്കുകളിൽ ജില്ലയിലെ 7 താലൂക്കുകളിലെല്ലാം തന്നെ കൺട്രോൾ റൂമുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ജില്ലയിൽ ആശങ്ക നിലനിൽക്കുന്നത് കിഴക്കൻ മേഖലയിലാണ്. ഇവിടെ വനയോര മേഖലകളിലും ഒപ്പം തന്നെ തീരപ്രദേശങ്ങളിലും ആശങ്ക നിലനിൽക്കുകയാണ്. നേരത്തെ തീരപ്രദേശങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ചെല്ലാനം, വൈപ്പിൻ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വലിയ രീതിയിൽ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇങ്ങനെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരമായിട്ടുള്ള നടപടികൾ, പ്രത്യേകിച്ച് ക്യാമ്പുകൾ തുടങ്ങേണ്ടതായിട്ടുള്ള നടപടികളിലേക്ക്, അത്തരം കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ടെങ്കിൽ അത് ആ കാര്യങ്ങളിലേക്ക് പോകാൻ തന്നെയാണ് ഏതായാലും താലൂക്കുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ജില്ലാ ഭരണകൂടം. ഏതായാലും നിലവിലിപ്പോൾ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ വനയോര മേഖലകളെ സംബന്ധിച്ചാണെങ്കിൽ പ്രത്യേകിച്ച് ഈ കുട്ടമ്പുഴ പഞ്ചായത്തിലെ ചില മേഖലകൾ, അവിടെ ഈ വനവാസികൾ താമസിക്കുന്ന ചില കോളനികൾ സാധാരണ മഴയിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എല്ലാം കണക്കിലെടുത്ത് അങ്ങോട്ടൊക്കെ വേണ്ട നടപടികൾ എടുക്കണം. അവിടെ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ മാറ്റിപ്പാർപ്പിക്കാൻ തന്നെയാണ് ഏതായാലും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം ഏതായാലും നേരത്തെ അതായത് ഈ ജില്ലയിലെ പല ഭാഗങ്ങളിൽ വേങ്ങൂര്, ഒപ്പം കളമശ്ശേരി തുടങ്ങിയ മേഖലകളിലൊക്കെ പകർച്ചവ്യാധി, മഞ്ഞപ്പിത്തം പകർന്നു പിടിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വേങ്ങൂരിൽ വലിയ രീതിയിൽ തന്നെ ഈ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അത്തരത്തിൽ റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. ഏതായാലും ഈ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ വെള്ളക്കെട്ടൊക്കെ രൂക്ഷമായാൽ കൂടുതൽ പകർച്ചവ്യാധികൾ കൂടി പടർന്നു പിടിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമോ എന്ന ആശങ്ക കൂടി ഏതായാലും പൊതുജനങ്ങൾക്കുണ്ട്. ഏതായാലും ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വേണ്ട മുൻകരുതലുകൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. അനു, ശരി, നമുക്ക് പത്തനംതിട്ടയിലേക്ക് വീണ്ടും പോകേണ്ടതുണ്ട്. മിഥുൻ, അവിടെ ആളുകളുടെ പ്രതികരണങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. കാരണം അതിതീവ്ര മഴ, ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ളവ എപ്രകാരമാണ് നടത്തിയത് എന്ന് പ്രദേശവാസികളിൽ നിന്നുകൂടി അറിയേണ്ടതുണ്ട്. ജില്ലയിലെ ഒരു അവലോകനമായിരുന്നു ഞാൻ പറഞ്ഞു നിർത്തിയത്. ഈ പ്രമാടം പഞ്ചായത്തിലെ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള സ്ഥലത്തെ ജനങ്ങളുടെ ആശങ്ക അവർ പങ്കുവയ്ക്കുകയാണ്. സമീപ പ്രദേശങ്ങളിലേക്കെല്ലാം ഇപ്പോൾ വെള്ളക്കെട്ട് കാണുന്ന മഴ തുടരുകയാണെങ്കിൽ ഈ വീടുകളിലേക്കെല്ലാം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകും. ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് അവർ ആശങ്ക രേഖപ്പെടുത്തുകയാണ്. ഇനിയും മഴ തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ വലിയ വെള്ളക്കെട്ടുകൾ, വെള്ളപ്പൊക്കം വീടിനുള്ളിലേക്ക് കയറി വരുന്ന സാഹചര്യം ഉണ്ടാകും. ഇവിടെ ഒരു വർഷത്തിൽ ഒരു 3 തവണയെങ്കിലും വെള്ളപ്പൊക്കമുള്ള വരുന്ന സ്ഥലമാണ്. അതുകൂടാതെ തന്നെ ഈ മഴ പെയ്ത് വെള്ളം കെട്ടി നിന്ന് വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാത്ത രീതിയിൽ തോടുകൾ അടച്ച് മതിലുകളും കെട്ടി തടസ്സപ്പെടുത്തിയിരിക്കുകയാണ്. അതുമൂലം പാമ്പ്, മറ്റ് വിഷജന്തുക്കളെല്ലാം വന്ന് കയറും. അപ്പോൾ അതിന് യാതൊരു, കാരണം ഇവിടെ ഒരു കുഞ്ഞിന് പോലും നടക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ്, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ജനം കിടന്ന് കഷ്ടപ്പെടുക. ഞങ്ങൾ എത്ര പരാതി പെട്ടിട്ട് ഇന്നലെ പോയി അവർ പറയുന്ന അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. വെള്ളം ഒഴുകിപ്പോകാനൊരു തോട് പോലും ഇല്ലെന്നാണ് പഞ്ചായത്തിൽ അറിയിച്ചപ്പോഴാണ് പറഞ്ഞു. ഇന്നലെ അവിടെ പറഞ്ഞു അങ്ങനെ വെള്ളം ഒഴുകിപ്പോകാനൊരു തോടൊന്നുമില്ല, സംവിധാനങ്ങളില്ല, നിങ്ങൾ വേറെ എന്നൊക്കെ അവർ കാരണം നമ്മൾ പറഞ്ഞൊരു ഉത്തരമില്ല, അവർക്ക് ഒരു സമാധാനമായിട്ടൊരു വാക്കോ ഒന്നുമില്ല. തീർച്ചയായും ചേച്ചി, ഇനിയിപ്പോൾ വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങുന്നതിനടക്കം ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. വീടിന് തൊട്ട് മുൻപ് വരെ വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അത്? ഞങ്ങൾക്ക് ഈ 4-5 വീട്ടുകാർക്ക് പുറത്തോട്ട് ഈ വെള്ളപ്പൊക്കം ആയിക്കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. സ്വകാര്യ വ്യക്തി ഈ മതിൽ കെട്ടി അടച്ചത് കാരണമാണ്. പഞ്ചായത്തിൽ പരാതികളൊക്കെ പറഞ്ഞില്ലേ? പഞ്ചായത്തിൽ പല പ്രാവശ്യങ്ങളും പരാതി പറഞ്ഞു. ഇന്നലെയും പഞ്ചായത്ത് മെമ്പർ വീട്ടിൽ പോയി പറഞ്ഞതാ പരാതി. ഒരു നടപടി ഇതിൽ നിന്നും ഉണ്ടായിട്ടില്ല. അപ്പം പകർച്ചവ്യാധികളടക്കം ഇവിടെ മാലിന്യജലമാണ് ഈ കെട്ടിക്കിടക്കുന്നത്. കഴിഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞാൽ വീടിനകത്തിരിക്കാൻ പറ്റത്തില്ല, കൊതുക് ശല്യം ഭയങ്കരമാണ്. എന്നിട്ട് ഇവർ ഈ പഞ്ചായത്തുകാർ വന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ കൊതുക് നിവാരണം ചെയ്യാൻ. ഞങ്ങൾ ഈ വെള്ളക്കെട്ടിന്റെ അവസ്ഥ, മഴയ്ക്ക് മുന്നൊരുക്കമായിട്ട് ഇവിടെ ഒരുക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഒരുക്കങ്ങൾ ഇവിടെ ഈ കൊതുകിനെ കുറിച്ച്, ഈ വെള്ളക്കെട്ടിനെ കുറിച്ച് ഒന്നും. മഴ തുടർന്നാൽ ഇനി വീടിനുള്ളിലേക്ക് വെള്ളം കയറി വരുന്ന സാഹചര്യം ഉണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അവർ ആശങ്ക രേഖപ്പെടുത്തുകയാണ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ, നഗരപ്രദേശങ്ങളിലും ഒപ്പം തന്നെ ആറന്മുള പോലെയുള്ള ഭാഗങ്ങളിലെല്ലാം വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട്. ജനങ്ങൾ ആശങ്കയാണ് പ്രകടമാക്കുന്നത്. ഇനി മഴ തുടർന്നു കഴിഞ്ഞാൽ വീടിനുള്ളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകും. പകർച്ചവ്യാധികളടക്കം ഇവിടെ പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. മലിനജലമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ ഒരു ആശങ്കയാണ് ഇവിടുത്തെ ജനങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്. അനു.